Good morning, friends. Happy Easter. കൊച്ചുമക്കളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരുടെ കളിയും ക്രിക്കറ്റ് കളിയൊക്കെയാണ്. വളരെ സന്തോഷം. ഇന്നിപ്പോൾ ഒരു പ്രധാന പ്രവർത്തനം നടക്കുന്നത് വളരെ ശ്ലാഘനീയമാണ്, അംഗീകരിക്കാവുന്നതാണ്. നമ്മുടെ 24 ചാനലിൻ്റെ നേതൃത്വത്തിൽ ഒരു ആൻറ്റി ഡ്രഗ്സ് ആൻഡ് ആൻറ്റി ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്രോഗ്രാം നടക്കുന്നത്. ഇന്നതിൻ്റെ കൺക്ലൂഷനാണ്, ക്ലോസിംഗ് സെറമണി. വളരെ നല്ല ശ്ലാഘനീയമായൊരു നടപടിയാണ്. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അത് പറഞ്ഞ ആളെ പിടിക്കുകയല്ല, അതിനെതിരെ പോരാടാനായിട്ട്. വാസ്തവം പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം തന്നെ നമുക്കറിയാം, പോലീസിനെ പോലും അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ഒന്നിച്ച് എതിർത്തില്ലെങ്കിൽ ഈ ഡ്രഗുകാർ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇപ്പം പോലീസിനെയും സംഘടിതരായ ജനക്കൂട്ടത്തെയൊക്കെ ആക്രമിക്കാതെ അവർ തയ്യാറെടുക്കുകയാണെങ്കിൽ, കാരണം അതുപോലെ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നു. നമുക്കറിയാം ഇതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് ആളുകൾ 7 വർഷത്തിനകം മരിച്ചു പോകുന്നുള്ളതാണ്. അത് അവർക്ക് പ്രശ്നമല്ല. ദേ ജസ്റ്റ് വാണ്ട് ടു മേക്ക് മണി. ആൻഡ് ദിസ് ബിഗ് റിച്ച് പീപ്പിൾസ് ആർ നോട്ട് ടേക്കിംഗ് ഡ്രഗ്സ് ആൻഡ് നോട്ട് റെക്കമെൻഡഡ് ടു എനിവൺ എൽസ്. ദേ ജസ്റ്റ് സെൽ ഇറ്റ് ഫോർ ദി പീപ്പിൾ. ദാറ്റ്സ് ഓൾ. അവർക്ക് പണം മതി, എന്നിട്ട് ആരെയും വേണമെങ്കിലും കൊല്ലുക. അവരതിലൊരു നാടിൻ്റെ യുവത്വത്തെയാണ്, നാടിൻ്റെ ശോഭയാണ് അവർക്ക് എടുക്കുന്നവർക്കറിയില്ല. അപ്പോൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അത് മാറ്റണം. നമ്മൾ സംഘടിതരായിട്ട് നിന്ന് ഇപ്പം കേരള പോലീസും കേരള ഗവൺമെൻറ്റും ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, യൂണിഫോം ഇട്ട യൂണിയനുകളെല്ലാം ഉണ്ട്, വിദ്യാർത്ഥികളെല്ലാം, നമുക്കെല്ലാം ഒന്നിച്ച് നിന്നാൽ അവന്മാരുടെ സപ്ലൈ ഡിമാൻഡും ഒക്കെ പൊളിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒന്നിച്ചിരിക്കണം. ഈ ഈസ്റ്ററിൻ്റെ ഈ സന്ദർഭത്തിൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 24 ക്ലോസിംഗ് സെറമണി കോഴിക്കോട് നടക്കുകയാണ്. അത് 1,00,000 പേരോളം പങ്കെടുക്കുന്നവർ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ സംഭവമാണ്. എന്തായാലും SKNൻ്റെയും അതുപോലെ തന്നെ ടീമിനെയും ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ, കാരണം അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മാഫിയയുടെ അക്രമം. അവർ മാഫിയ നമ്മുടെ കൊച്ചുമോന് കൊടുത്തെന്ന് ചോദിക്കാൻ ചെന്നാൽ നമ്മളെ ഭൂമിക്കോട് വെച്ചേക്കുകയില്ല. അതാണ് സ്ഥിതി. അപ്പം സംഘടിച്ച് നിൽക്കുന്ന ഈ സന്ദർഭം നമുക്ക് അടിച്ചുടയ്ക്കണം. മേലിൽ ഒരുത്തനും ഡ്രഗ് എന്നും പറഞ്ഞ് കേരള അതിർത്തിയിലേക്ക് കടന്നു വരാതിരിക്കാൻ തക്ക വിധം നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ അതിർത്തികൾ സ്ട്രോങ് ആയിരിക്കണം. ഏത് വണ്ടി ആയിക്കോട്ടെ, ഏത് പ്രൈവറ്റ് വണ്ടി ആയിക്കോട്ടെ, രാത്രിയിൽ പോകുന്ന തടഞ്ഞു നിർത്തി നോക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടായിരിക്കണം, എക്സൈസിനും ഉണ്ടായിരിക്കണം, നാർക്കോട്ടിക് സെല്ലിനുണ്ടായിരിക്കണം. കാരണം രാത്രിയിലാണ് ഇവർ കൂടുതൽ ഈ മയക്കുമരുന്ന് കടത്തുന്നതാണ് തോന്നുന്നത്. ഒരു സ്പീഡ് ബൈക്ക് റേസ് ചെയ്ത് അനാവശ്യമായ സ്പീഡിൽ പോകുന്ന കണ്ടാൽ അത് തടഞ്ഞു നിർത്തി പോലീസ് ചോദിക്കണം, അല്ലെങ്കിൽ എക്സൈസ് ചോദിക്കണം. അവൻ്റെ ബാഗ് പരിശോധിക്കണം, അവൻ്റെ ഉടുപ്പിൻ്റെ സൈഡിലും അവൻ്റെ അണ്ടർവെയറിൻ്റെ വള്ളിയുടെ ഇടയിലുമൊക്കെ നോക്കണം. ഇവിടെയൊക്കെ ആയിരിക്കും ഇത് വെച്ചുകൊണ്ട് പോകുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം പെട്ടെന്ന് നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല. പോലീസ് സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല. പക്ഷെ അവർ വളരെ കെയർഫുള്ളായിട്ട് അത് സൂക്ഷിച്ചിരിക്കും. ചിലപ്പം ഈ പാൻറ്റിയുടെ അകത്തൊരു പോക്കറ്റുണ്ട്, അതിനകത്ത് വരെ വെക്കുമാർ. എന്തായാലും അത്തരത്തിൽ വളരെ ക്ലീനായിട്ട് ഒരു യുദ്ധകാലത്ത് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും അതുപോലെ ചെയ്യണം. അല്ലാതെ ഒരു 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 സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കി ഇലക്ഷന് ഞാനും ഒരു മജിസ്ട്രേറ്റായിട്ട് വർക്ക് ചെയ്തത്. ഇലക്ഷന് നമ്മൾ നോക്കുമ്പോൾ അതിന് അത്ര ഡീപ്പായിട്ട് കിട്ടിയാൽ പിടിക്കുന്നുള്ളത് അതുപോരാ. നമ്മൾ തറലി ചെക്ക് ചെയ്യണം, അതായത് ഈ പറഞ്ഞവന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇടവരുത്തരുത്. അങ്ങനെ ഡൗട്ടായിട്ടുള്ള ആളുകളെ വീടുകളിൽ പരിശോധിക്കണം. അല്ല അവർ വഴി വരട്ടെ കൊണ്ടുവേണ്ട. ഇങ്ങനെ കേസസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഭവനങ്ങൾ റെയ്ഡ് ചെയ്യണം. അപ്പം കേസിൽ ഉൾപ്പെട്ടുകൊണ്ട് റെയ്ഡ് ചെയ്യുമെങ്കിൽ പിന്നെ വിൽക്കുന്നതിൻ്റെ സ്ഥിതി ഓർക്കണം. അപ്പോൾ പോലീസിന് പേടിയുണ്ടെങ്കിൽ, അല്ലെ എക്സൈസിന് പേടിയുണ്ടെങ്കിൽ, നല്ല മിടുക്കന്മാരായ യൂണിയൻകാരുണ്ട്, CITU, INTUC, BMS ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഉപയോഗിക്കുക. നാട്ടുകാരെ കൂട്ടം ചെയ്യണം. ഈ മാഫിയയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസിന് തന്നെ പറ്റത്തില്ല. കാരണം മനുഷ്യനെ വെടിയിച്ചു കൊല്ലാൻ നിയമമൊന്നുമില്ല. കൊന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസം പത്രത്തിൽ വരും കൊന്നു എന്നും പറഞ്ഞ്. അപ്പോൾ അതല്ല, ജനമുണ്ടെങ്കിൽ ജനങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പം ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം ഇത്തരം പ്രവർത്തികൾ മുമ്പോട്ട് പോകാൻ. എന്തായാലും കേരള ഗവൺമെൻറ്റിൻ്റെ ശ്ലാഘനീയമായ പ്രവൃത്തി അംഗീകരിക്കുന്നു. അത് ഗവൺമെൻറ് മാത്രമല്ല, പ്രതിപക്ഷവും അതിനോട് സർവാത്മന സഹകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രതിപക്ഷത്തെയും നമ്മൾ അംഗീകരിക്കുന്നു. ഭരണപക്ഷം പ്രതിപക്ഷം അല്ലെ BJP എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന കാര്യമില്ല. എല്ലാവരും കൂടെ അവരുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് നമ്മുടെ യുവാക്കളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇങ്ങനെ വന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും? അപ്പം നിങ്ങൾ ഒറ്റയായിരിക്കും, ആരും കാണില്ല. ഇപ്പോൾ നമ്മൾ സംഘടിച്ച് നിൽക്കുക. അപ്പോൾ നമുക്കിത് അടിച്ചുടയ്ക്കണം. മേലിൽ ഈ സാധനം കേരളത്തിൽ കയറ്റത്തില്ല.
ഒരു മയക്കുമരുന്നും കേരളത്തിൽ സാധനമില്ല. അവിടുത്തെ ജനങ്ങളിതിലാണ്, അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇതിലാണെന്നുള്ള ബോധ്യം. കേരളത്തിൽ പോയാൽ നല്ല മാരിജുവാന കിട്ടുമെന്നും പറഞ്ഞ് ആരും വരണ്ട, കേരളത്തിലോട്ട് വരണ്ട, അത് വേറെ എവിടെയും പൊയ്ക്കോട്ടെ. അതുപോലെ ഇവിടെ ഉള്ള അതിൻ്റെ ആവശ്യം നമുക്ക് നമ്മുടെ യുവാക്കളെ പഠിപ്പിച്ച് മിടുക്കരാക്കി നാടിന് വേണ്ടി തീജ്വാല പോലെ നിൽക്കുന്നവരാക്കണം യുവതികളെയും യുവാക്കളെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം. എന്നാൽ ഈ ഹാപ്പി ഈസ്റ്ററിൽ യേശുനാഥൻ തൻ്റെ ജീവൻ ബലിയഴിച്ച് ഇതിപ്പോൾ ഉയർത്തിരിക്കുന്നതായിട്ടാണ് ഈശോനെ വിശ്വസിക്കുന്ന ഡിസൈപ്പിൾസ് ഓഫ് ദി ജീസസ് അല്ലെങ്കിൽ അനുചരന്മാർ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. 150 കോടി ജനങ്ങളുണ്ട് കാത്തലിക്സ് തന്നെ. മറ്റ് സമുദായത്തിലുമൊക്കെ അത്രയും തന്നെ വരും. അപ്പം അവരുടെ വിശ്വാസം അതാണ്. ഓക്കെ, അപ്പം അതുപോലെ ത്യാഗം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ത്യാഗം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ മുന്നേക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. നമ്മൾ പോസിറ്റീവായാൽ മാത്രം പോരാ, നമുക്കിതിൽ നടക്കുന്ന നെഗറ്റീവ്സിനെതിരെ പ്രതികരിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ എക്സസൈസ് ചെയ്ത് നടന്നൊക്കെ എടുക്കുന്ന ഈ ശക്തി, ഊർജം സമൂഹത്തെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നമുക്ക് വിനിയോഗിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് സക്സസ്ഫുൾ ഡേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ഈസ്റ്റർ വൺസ് അഗൈൻ.